പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ സംസ്ഥാനമായ ഗുജറാത്തിൽ നിന്ന് 19 മന്ത്രിമാരെ പുറത്താക്കി. ഇന്നൊരു ചാനലിലെ ഒരു മീഡിയ ശരിയല്ലേ? 19 മന്ത്രിമാരെ പുറത്താക്കി. എന്നാൽ പിന്നെ ഇന്നലെ അവർക്കൊരു വാർത്ത കൊടുക്കായിരുന്നു, ഗുജറാത്ത് മുഖ്യമന്ത്രി രാജിവെച്ചു. അതുകൊണ്ട് അതിനൊപ്പമാണ് 19 മന്ത്രിമാരെ പക്ഷെ കൊടുത്തില്ല. ഗുജറാത്ത് മുഖ്യമന്ത്രി രാജിവെച്ചില്ല. പക്ഷെ അതിന് പകരം അവർക്ക് കൊടുക്കായിരുന്നു, ഗുജറാത്തിലെ എല്ലാ മന്ത്രിമാരും രാജിവെച്ചു. അതെന്താ അങ്ങനെ കൊടുക്കാൻ? സത്യമാണ്, ഗുജറാത്തിലെ എല്ലാ മന്ത്രിമാരുടെയും രാജിക്കത്ത് വാങ്ങിയിരുന്നിട്ടാണ് അമിത്ഷായും BJP അധ്യക്ഷൻ നദ്ദയും പങ്കെടുത്തിട്ടാണ് പുതിയ മന്ത്രിസഭ ഇന്നലെ നിലവിൽ വന്നത്. അപ്പോൾ ഗുജറാത്തിൽ 2026 ലോക്കൽ ബോഡി ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 2027 സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിനു മുമ്പായി ഗുജറാത്ത് സർക്കാരിനെ അടിമുടി മാറ്റാൻ BJP തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ BJP 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ ഗുജറാത്തിൽ ആരംഭിച്ചു. ഒരുക്കം തുടങ്ങി. നോക്കൂ, ഒരു പാർട്ടി എത്ര സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗുജറാത്തിൽ ഈ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് 2-3 രാഷ്ട്രീയ പ്രാധാന്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ പറയും, ഹർഷ് സാങ്വി എന്ന് പറയുന്ന 40 വയസ്സുകാരൻ ഗുജറാത്തിലെ ഉപമുഖ്യമന്ത്രിയാവുന്നു. സൗരാഷ്ട്ര മേഖലയിൽ നിന്ന്, ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, അവിടെയാണ് BJPക്ക് വലിയ സ്വാധീനമുള്ള, അവിടെ നിന്നുള്ള മന്ത്രിമാരുടെ പ്രാതിനിധ്യം കുറവായിരുന്നു എന്ന് പറയുന്നു. അവിടെ ഇപ്പോൾ 6 മന്ത്രിമാരായി അദ്ദേഹത്തിന് ഹർഷ് സാങ്വിയെ ഉപമുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നു. അപ്പോൾ ഗുജറാത്തിലെ 6ാമത്തെ ഉപമുഖ്യമന്ത്രിയാണ് ഇപ്പോൾ 40 വയസ്സ് എന്ന് ശ്രദ്ധിക്കണം. 27 വയസ്സിൽ ആദ്യമായി ഗുജറാത്ത് നിയമസഭയിലേക്ക് എത്തിയ ആളാണ്. 27 വയസ്സിൽ MLA ആയി. തുടർച്ചയായി എന്നിട്ട് MLA ആവുന്നു. സൗത്ത് ഗുജറാത്തിൽ നിന്നുള്ള ജൈന സമുദായത്തിൽപ്പെട്ട ആളാണ് ഹർഷ് സാങ്വി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു എലിവേഷൻ ഒരുപാട് അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, അദ്ദേഹം ആഭ്യന്തര വകുപ്പിലെ ജൂനിയർ സഹമന്ത്രിയായിരുന്നു നിലവിൽ. എന്നിട്ടിപ്പോൾ അദ്ദേഹത്തിന് ഗുജറാത്തിൽ ഇതുവരെ മുഖ്യമന്ത്രിമാർ മാത്രമാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഇത് വേണമെങ്കിൽ പറയാം, ആഭ്യന്തര വകുപ്പ് ഹർഷ് സാങ്വിക്ക് കൈമാറിയിരിക്കുന്നു, ഉപമുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നു. ഒന്ന്, അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പക്കലുള്ള 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ, 1 വ്യവസായം, 2 യുവജനക്ഷേമം. ഇത് 3 ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. ഇപ്പം ഗുജറാത്തിനെ ഒരു വലിയ വ്യാവസായിക സംസ്ഥാനമായി, ഗുജറാത്ത് മോഡൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ഗുജറാത്തിൻ്റെ ആ വികസന പാന്താവിലുള്ള യാത്ര തുടരാൻ വേണ്ടിയിട്ട് വ്യവസായം കൊടുത്തിരിക്കുന്നു, ആഭ്യന്തര വകുപ്പ് കൊടുത്തിരിക്കുന്നു, വെച്ചാൽ സർവശക്തനായി. അതുകൂടാതെ യുവാക്കളെ ആകർഷിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കാൻ 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് അഹമ്മദാബാദിലാണ്. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കമാണ് യുവാക്കളെ ആകെ കൊണ്ടുവരിക. പിന്നെ രാഷ്ട്രീയമായി യുവാക്കളെ പിടിക്കുക, ചെറുതിലെ പിടിക്കുക എന്നുള്ള BJPയുടെ ഒരു ലൈനിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഹർഷ് സാങ്വിയെ വരുന്നത്. ഇത് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ജൈന സമുദായത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആൾക്ക് വലിയ പരിഗണന കൊടുക്കുന്നു എന്നൊരു ഭാഗം. ഇപ്പോൾ നമ്മുടെ കിരൺ റിജിജു ബുദ്ധ മതത്തിൽ നിന്നുള്ള ക്യാബിനറ്റ് മന്ത്രിയാണ്. വലിയ പരിഗണന, ന്യൂനപക്ഷ വകുപ്പിൻ്റെ വലിയ പരിഗണന. BJPക്കാരനാണ്. അപ്പോൾ ബുദ്ധ, ജൈന, സിഖ് ഇങ്ങനെയുള്ള ഇതൊക്കെ ഈ പറയുന്നതൊക്കെ ഹിന്ദുമതത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളായിട്ട് തന്നെയാണ് ഇത്രയും കാലം ഈ പരിഗണിച്ചു വരുന്നത്. ഈ മതങ്ങളുമായിട്ടൊന്നും ഹിന്ദുമതത്തിന് ക്ലാഷൊന്നുമില്ല. ഹിന്ദുമതത്തിൽ നിന്ന് ഭിന്നമായി പോയ, ഇപ്പം ബുദ്ധമതത്തിലാണെങ്കിൽ ഹിന്ദുക്കൾ ഓം എന്ന് പറയുമ്പോൾ ഓം മണിപത്മേ ഹും എന്നാണ് ബൗദ്ധർ പറയുന്നത്. ഈ അടിസ്ഥാനപരമായിട്ട് വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ ഈ ഹർഷ് സാങ്വി വരുമ്പോഴത്തേക്ക് ഗുജറാത്തിലെ കാര്യങ്ങൾ നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് തീരുമാനിക്കുന്നത്. പലപ്പോഴും അമിത്ഷായ്ക്ക് ഒരു പ്രത്യേക താല്പര്യം ഗുജറാത്തിൻ്റെ കാര്യത്തിലുണ്ട്. അപ്പോൾ അമിത്ഷാ ഈ പറയുന്ന പോലെ ജൈന മതത്തിൽപ്പെട്ട ആളാണെന്നാണ് അറിയാമല്ലോ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഗുജറാത്തിലെ 40 വയസ്സുള്ള ഹർഷ് സാങ്വി ഉപമുഖ്യമന്ത്രിയാകുമ്പോൾ ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം ഗുജറാത്തിൽ മുഖ്യമന്ത്രി ഹർഷ് സാങ്വി ആയിരിക്കാം. അപ്പോൾ ഈ ആഭ്യന്തരവും വ്യവസായവും കൊടുക്കുന്നതിന് വലിയ ചില അർത്ഥങ്ങളുണ്ട്, ഉണ്ടാവാം. ഒരു വലിയൊരു മാറ്റമാണ്, വലിയ തരത്തിലുള്ള ഒരു ദീർഘകാല പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവരുന്ന കാര്യമാണ്. അപ്പം സൗരാഷ്ട്ര മേഖലയ്ക്ക് പ്രാതിനിധ്യം ഉറപ്പിക്കുന്നു. ഇപ്പോൾ ഗുജറാത്തിൽ ഇതിനു മുമ്പ് ഈ ഉപമുഖ്യമന്ത്രി ആയവരുടെ പേരുകൾ നോക്കണം. ചിമൻഭായ് പട്ടേൽ, കാന്തിലാൽ ഗിഹ, പിന്നെ കേശുഭായ് പട്ടേൽ, നർഹരി അമീൻ, നിതിൻ പട്ടേൽ. നോക്കൂ, പട്ടേൽ എന്നൊരുപാട് പ്രാവശ്യം പറഞ്ഞു അല്ലേ. ആ പട്ടേലർ
കമ്മ്യൂണിറ്റി വലിയ നിർണായകമാണ് ഗുജറാത്തിൽ. അവർക്ക് വലിയ പരിഗണന ഇപ്പോൾ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സൗരാഷ്ട്ര മേഖലയിൽ ഇപ്പോൾ സൗരാഷ്ട്രയിൽ ഈ മന്ത്രിസഭാ പുനഃസംഘടനയോടെ സൗരാഷ്ട്ര മേഖലയ്ക്ക് 9 മന്ത്രിമാരായിരിക്കുന്നു. പിന്നെയുള്ളത് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 19 ഈ മീഡിയ വൺ പറഞ്ഞത് ശരിയാണ്, 19 മന്ത്രിമാരെ മാറ്റി. എന്നിട്ട് 12 പേരെ ആദ്യമായി MLA ആയ 12 പേരെ മന്ത്രിമാരാക്കി. ഫസ്റ്റ് ടൈം MLA. അക്കൂട്ടത്തിൽ നമ്മുടെ ക്രിക്കറ്റർ രവീന്ദ്ര ജഡേജയുടെ ഭാര്യ റിവാവെ ജഡേജ മന്ത്രിയാണ്. പിന്നെയുള്ളത് നേരത്തെ അവിടെ പ്രതിപക്ഷ നേതാവായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന അർജുൻ മോദ്വാഡിയ BJP ചേർന്നിരുന്നു. അർജുൻ മോദ്വാഡിയയ്ക്കും മന്ത്രിസ്ഥാനം കൊടുത്തു. അവിടുത്തെ മുൻ പ്രതിപക്ഷ നേതാവ്. ആലോചിക്കണം, നമ്മുടെ ഇവിടുത്തെ സതീശൻ, ഗുജറാത്തിലെ സതീശൻ BJP സർക്കാരിലെ വനം മന്ത്രിയായി. അപ്പോൾ അങ്ങനൊരു മാറ്റമുണ്ട്. പിന്നെ ഇതിനകത്ത് ബ്രാഹ്മണർ സമുദായത്തിൽ നിന്ന് ഒരാൾ, ജെയിൻ സമുദായത്തിൽ നിന്ന് ഹർഷ് സാങ്വി, OBCയിൽ നിന്നിട്ട് പട്ടേൽമാരിൽ നിന്ന് 6 പേർ മന്ത്രിമാരാണ്. ക്ഷത്രിയ 2, 3 വനിതകൾ, SC/ST കാറ്റഗറിയിൽ നിന്ന് 3 പേർ. കേരളത്തിൽ എത്ര പേരുണ്ട് SC/ST മന്ത്രിമാർ? ഒരു മന്ത്രിയല്ലോ, കേളുവല്ലോ. അപ്പോൾ ഗുജറാത്തിൽ ഈ സവർണ ഫാസിസ്റ്റുകളുടെ ബ്രാഹ്മണിക്കൽ ഹെജിമണി കൊണ്ട് നടക്കുന്ന ഹിന്ദുത്വ സർക്കാരിൻ്റെ അവിടെ ബ്രാഹ്മണൻ 1, SC 3, OBC 8. അപ്പോൾ ശരിക്കും ബ്രാഹ്മണിക്കൽ ഹെജിമണി അല്ലെങ്കിൽ സവർണ മേധാവിത്വം എവിടെയാണ്? കേരളത്തിലാണോ ഗുജറാത്തിലാണ്? കേരളത്തിലെ സർക്കാരിൽ എത്ര പട്ടികജാതിക്കാരുണ്ട്, എത്ര ഈഴവമുണ്ട്, എത്ര നായരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അറിയാം കണക്ക്. അപ്പോൾ അവിടെ OBC 8, നമുക്ക് വേണം അത് ഈഴവാന്ന് കൂട്ടാം. ഗുജറാത്ത് സർക്കാരിൽ ഈഴവ 3, SC 3, അല്ല ഈഴവ 8. അവിടെ ഈഴവില്ല, ഞാൻ SC OBCനെ ഈഴവാന്ന് പറഞ്ഞാണ്. കേരളത്തിലെ മാനദണ്ഡം വെക്കുകയാണെങ്കിൽ OBC 8, വനിത 3, SC 3, ബ്രാഹ്മണൻ 1. ഇതാണ് ആ സർക്കാരിൻ്റെ പ്രാതിനിധ്യം. അപ്പോൾ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണിയൊക്കെ തകരുകയാണ് അല്ലേ? ആ ഹെജിമണി ഇവിടെ മാത്രം ആ മണിയടിയുള്ളൂ. അപ്പോൾ ഏതായാലും ഈ പ്രാദേശിക ജാതി സമവാക്യങ്ങളെല്ലാം ഫിറ്റാക്കിക്കൊണ്ടാണ് പുതിയ മന്ത്രിസഭ വന്നിരിക്കുന്നത്. പിന്നെ 6 പേരെ നിലനിർത്തി 19 മന്ത്രിമാരെ 10 പേരെ ഒഴിവാക്കി. ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സൗരാഷ്ട്രയുടെ പ്രാതിനിധ്യം കൂട്ടി ഈ ഇപ്പം സെൻട്രൽ ഗുജറാത്തിൽ നിന്ന് 4 മന്ത്രിമാരുണ്ടായിരുന്നു, ഇപ്പോൾ 7 മന്ത്രിമാരായി. പിന്നെ നോർത്ത് ഗുജറാത്തിൽ നിന്ന് 3 ഉണ്ടായിരുന്ന 4 ആയി. സൗത്ത് ഗുജറാത്ത്, അതാണ് സൗരാഷ്ട്ര എന്ന്, അവിടെ 5 എന്നുള്ളത് 6 ആയിരിക്കുന്നു. പിന്നെ 6 പിന്നെ ഉപമുഖ്യമന്ത്രിയും, അങ്ങനെ 7 ആയിരിക്കുന്നു. അപ്പോൾ സൗരാഷ്ട്ര മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടായിരിക്കുന്നു. പിന്നെ ജാതി മത പ്രാദേശിക ഇക്വേഷൻസ് എല്ലാം, കാരണം നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ പ്രാദേശിക രാഷ്ട്രീയമുണ്ട്, അത്യാവശ്യം ജാതി ഇക്വേഷനുണ്ട്. അതെല്ലാം കൂടെ പരിഗണിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ ഈ കഷ്ടിച്ച് 1.5 വർഷം ശേഷിക്കെ മന്ത്രിസഭയ്ക്ക് ഒരു പുതിയ മുഖം കൊടുത്ത് ഗുജറാത്ത് സർക്കാർ അടിമുടി മാറുകയാണ്. അപ്പോൾ ഗുജറാത്തിൽ ശരിക്കും BJP ഇലക്ഷൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കും, ബീഹാറിലെ അവസ്ഥ നോക്കും. ബീഹാറിൽ BJP മുന്നണിയിൽ NDAയിൽ JDUവും BJPയും ഒരേ അളവിൽ ഒരേ എണ്ണം സീറ്റുകൾ മത്സരിക്കുന്നു. അവർ നോമിനേഷൻ കൊടുത്തു തുടങ്ങി. ഇന്ത്യ മുന്നണിയിൽ ഇതുവരെ പ്രശ്നം തീർന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് റെയിൽവേ ഹോട്ടലുകൾ, IRCTCയുടെ ഹോട്ടലുകൾ സ്വകാര്യ കമ്പനിക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റപത്രം കൊടുത്തു. അതിനകത്ത് ലാലു പ്രസാദ് യാദവ്, തേജസ്വി യാദവ്, റാബ്രി 3 പേരും പ്രതികളാണ്. ഇലക്ഷന് മത്സരിക്കാൻ പോവാ. ചാർജ് ഷീറ്റ് കൊടുത്തു. ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് 3 പിടിച്ചകത്താനും സാധ്യതയുണ്ട്. കാരണം കോടതി ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ ചിലപ്പം ഇനിയിപ്പോൾ പോയി ജാമ്യം എടുക്കണം. ഇലക്ഷന് മുമ്പ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ 3 പേരും കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് നീങ്ങുന്നത്. അഴിമതി കേസ്, അതായത് ഏതാണ്ട് 3 ഏക്കർ സ്ഥലം ഒരു സ്വകാര്യ റാഞ്ചിയിലുള്ള സ്വകാര്യ ഹോട്ടലിന് IRCTCയുടെ ഹോട്ടലുകൾ വിട്ടുകൊടുത്തിട്ട് 3 ഏക്കർ സ്ഥലം കോഴയായിട്ട് വാങ്ങിച്ചു എന്നുള്ള കേസാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാതെ ഇപ്പോൾ അടിയാണ്. അപ്പോൾ BJP നോക്കൂ, എത്ര സിസ്റ്റമാറ്റിക്കായിട്ടാണ് കൃത്യമായി എല്ലാ ഇക്വേഷൻസും പാലിച്ചിട്ട് സർക്കാരിന് പുതിയ മുഖം കൊടുക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഗുജറാത്തിൽ അമിത്ഷായുടെ പിടി കൂടുതൽ പ്രബലമായിരിക്കും. ഗുജറാത്ത് അമിത്ഷാ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഹർഷ് സാങ്വി എന്ന് പറയുന്ന ജൈന സമുദായത്തിൽപ്പെട്ട ആളാണ് ഭാവി ഗുജറാത്ത് രാഷ്ട്രീയത്തിൻ്റെ മുഖം എന്ന് പ്രഖ്യാപിച്ചതിലൂടെ BJPയിൽ ഇപ്പോഴും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അമിത്ഷായുടെ കരുത്ത് വ്യക്തമായിരിക്കുകയാണ്. അമിത്ഷാ സ്വന്തം
കമ്മ്യൂണിറ്റിയിലുള്ള തൻ്റെ വിശ്വസ്തനായ ആളെ ഗുജറാത്ത് രാഷ്ട്രീയത്തിലേക്ക് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാകുള്ള ഈ റീഷഫിൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഏതായാലും ബി ജെ പിയെ കണ്ട് പഠിക്കണം. ബി ജെ പിയെ കണ്ട് പഠിക്കാൻ നോക്കിയാൽ കോൺഗ്രസ് രക്ഷപ്പെടുമെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ്സിന് നല്ല ചില പാഠങ്ങൾ കിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.